ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പപ്പടം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പപ്പടം വെച്ചൊരു ചമ്മന്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. ഒരു കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസായതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുറേ എണ്ണ ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരന്നൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഈ പപ്പടം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത പപ്പടം നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് കുറേ എണ്ണം കാണുന്നത്. മീഡിയം സൈസിലുള്ളൊരു 6 എണ്ണമൊക്കെ മതി കേട്ടോ രണ്ടും. ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പടം പൊരിച്ച എണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 3 വറ്റൽമുളകും ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കണം. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് സമയം തേങ്ങ വറുത്തെടുക്കരുത് കേട്ടോ, അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച പപ്പടം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് അത് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പപ്പടം തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്